ഫോട്ടോയിൽ കാണുന്നത് രാമൻ നായരേട്ടന്റെ മുത്തച്ഛൻ. ഈ മലയോരത്തെ അധികാരിയായിരുന്നു. ഭാരതാംബയെ വീണ്ടും അവഹേളിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ഭാരതാംബയുടെ ചിത്രത്തിൽ വനിത മാത്രമേയുള്ളൂവെന്നും പുരുഷൻ കൂടി വേണ്ടതല്ലേ എന്നുമായിരുന്നു മന്ത്രിയുടെ പരിഹാസം. വനിത എന്നിട്ട് അതിൽ നിന്നിപ്പോ ദേശീയ പതാക ഒരു പുരുഷനെ കൂടെ വെക്കണ്ടായിരുന്നു. അവിടെ തുല്യത വേണ്ടേ? ശിവൻകുട്ടി മിനിസ്റ്റർ, അത് ഭാരതാംബയുടെ ചിത്രമാണ്, അല്ലാതെ ഈ അയൽപക്കത്തുള്ള വർക്കിച്ചിന്റെ കുടുംബ ചിത്രം അല്ല. കൊലപാതകങ്ങളുടെ ചിഹ്നങ്ങൾ കൊണ്ട് നടക്കുന്നവർക്ക്, ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നവർ, 52 വെട്ടുവെട്ടുന്നവർ, അവർക്കൊന്നും ഇത് സഹിക്കില്ല. നമ്മളെ നാട് ഇങ്ങനെയാണ്, ഇത് ചൈനയല്ല. അത് രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെ കാര്യമാണല്ലോ. നിലമ്പൂരിൽ പണി പാളൂന്നായപ്പോ PDPയുമായി കൈകോർക്കാനിറങ്ങിയ ടീമാണേ. അപ്പോ ഭാരതാംബ എന്ന് കേട്ട ഹാലിളകും, സ്വാഭാവികം. ഈ കാവ്യോടുള്ള അലർജി പച്ചയെ കൂടുതൽ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. തോന്നിയ ദിവസം കാണിച്ചാൽ ഒന്ന് പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം കേരളത്തിൽ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. അതൊക്കെ പണ്ട് നിയമസഭയുടെ ബെഞ്ചിന്റെ പുറത്ത്. ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. ഈ മതിലുകെട്ടൊക്കെ സർക്കാരിന് നിരോധിച്ചൂടെ, ബാക്കിയുള്ളവനെ മെനക്കെടുത്താൻ. ആദ്യം ബ്രഹ്മചര്യം പോയില്ല. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഭാരതാംബ പറ്റൂല. ഞങ്ങളെ ചെഗുവേരയുടെ ടീമാണ്. സദ്ദാം ഹുസൈന്റെ ചിത്രമായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു, ഒരു കുട്ട പൂവായിട്ട് അങ്ങ് ഇറങ്ങിയേന്. ആദ്യം ചോദിക്കേണ്ടത് ജവാനോടാണ്. ഈ രാജ്യത്തിന് വേണ്ടി പെടപെരുതെന്ന് ജവാൻ പറയട്ടെ. അവര് വിളിക്കുന്ന ഭാരതാംബ ഏതാണ്? ബാക്കി എല്ലാവരും ബഹളം ഉണ്ടാക്കുന്നു, ഞാൻ പിറകിലായി പോരുത് എന്ന് വിചാരിച്ചിട്ട് ശിവൻകുട്ടി കാണിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ നിന്ന് മന്ത്രി പ്രസാദ് ആദ്യം ഇറങ്ങിപ്പോയി. പുറകെ ചൂട്ടും കൊണ്ട് പോയതുപോലെയായിരുന്നു ശിവൻകുട്ടിയുടെ പോക്കെങ്കിലും അണ്ണൻ ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. യുവമോർച്ച, ABVP, BJP എല്ലാവരും കൂടി വളഞ്ഞിട്ട് കരിങ്കൊടി കാണിക്കുന്നു. എന്നാ നമുക്ക് മുദ്രാവാക്യം വിളി തുടങ്ങാം. അണ്ണനൊന്നും വരുത്തല്ലേ. എന്നാലും എന്റെ അണ്ണ, നിങ്ങളൊരു ഭാരതീയനല്ലേ? ഭാരതാംബ എന്ന് കേൾക്കുമ്പോ എന്തിനാണാവോ ഇരുന്നും നിന്നും ഇങ്ങനെ തുള്ളുന്നത്? എന്തായാലും സർക്കാരിന്റെ ടൈമാണ് ടൈം. പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ. ഗവർണറെ മരണമാസം. How is it possible that all Indians are my brothers and sisters? Because we have a common mother. And which is that mother? Bharat Mata. Absolutely correct. I will not teach you anything. കേരളത്തിൽ നിന്ന് അങ്ങ് ബംഗാളിലേക്ക് ഇറങ്ങി ഓടാന്ന് വെച്ച ബംഗാൾ രാജ്ഭവനിലും ഭാരതാംബയുടെ ചിത്രം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഗവർണർ CV ആനന്ദ ബോസ് രണ്ടും കൽപ്പിച്ചുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ട്രെയിനുകളിലൊക്കെ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാന്നെങ്ങാനും തീരുമാനിച്ചാലുണ്ടല്ലോ, ഇവരെന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല? എങ്ങനെ ട്രാവൽ ചെയ്യും? ഞാൻ ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഈ ഇന്ത്യൻ എയർലൈൻസിന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ വന്നങ്ങ് പറഞ്ഞു. എന്ത് പറ്റി? അവർക്കും എനിക്കൊരു സ്വീകരണം തരുന്നു. ഞാൻ ഇനി ഈ ഇൻഡിഗോ കമ്പനിയിൽ യാത്ര ചെയ്യില്ല. ഇൻഡിഗോ ബഹിഷ്കരിച്ചതുപോലെ ബഹിഷ്കരിക്കാന്ന് വിചാരിച്ച പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഞാനും ഭാര്യയുമായിരിക്കും. ഈ കൊല്ലം ഇന്ത്യൻ എയർലൈൻസിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത യാത്രക്കാരൻ ഞാനാണല്ലോ. അപ്പൊ ശരി.